നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജില്ലാ ആശുപത്രി വികസനം തകർക്കാനുള്ള കോൺഗ്രസിന്റെയും MLA-യുടെയും നീക്കം അവസാനിപ്പിക്കണമെന്ന CPIM നിലമ്പൂർ ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ. ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് LDF സർക്കാരാണ് ആവശ്യമായ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചതെന്നും CPIM. ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് ഭൂമി കണ്ടെത്തുന്നതിന് കോൺഗ്രസ് ഒരിക്കലും എതിരല്ലെന്ന് HMC അംഗങ്ങളായ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ്, മുൻ പ്രസിഡന്റ് A. ഗോപിനാഥ് എന്നിവർ പറഞ്ഞു. നഗരസഭാ ചെയർമാൻ കോൺഗ്രസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ മുഖവിലക്കെടുക്കുന്നില്ലെന്നും HMC അംഗങ്ങൾ. വിവിധ കാർഷിക പ്രശ്നങ്ങൾ ഉന്നയിച്ച സ്വതന്ത്ര കർഷക സംഘം തിങ്കളാഴ്ച കൃഷിഭവൻ മാർച്ച് നടത്തും. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ കൃഷിഭവനിലേക്കും മാർച്ച് നടത്തുമെന്ന് മണ്ഡലം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാടിനെ കണ്ണീരിലാഴ്ത്തിയ കവളപ്പാറ ദുരന്തത്തിന്റെ ഓർമ്മ പുതുക്കാൻ നാട്ടുകാർ ഒത്തുചേർന്നു. 6 വർഷം മുൻപ് ഓഗസ്റ്റ് 8 രാത്രിയാണ് 59 പേരുടെ ജീവനെടുത്ത ദുരന്തം നടന്നത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ചുമത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിക്കും വിഷയത്തിൽ ഇടപെടാത്ത കേന്ദ്ര സർക്കാരിനുമെതിരെ പ്രതിഷേധിച്ച CPIM നിലമ്പൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. ജില്ലാ ആശുപത്രി വികസനം തകർക്കാനുള്ള കോൺഗ്രസിന്റെയും MLA-യുടെയും നീക്കം അവസാനിപ്പിക്കണമെന്ന CPIM നിലമ്പൂർ ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ. ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് LDF സർക്കാരാണ് ആവശ്യമായ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചതെന്നും CPIM ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരുകൾ അധികാരത്തിൽ വരുന്ന സമയത്താണ് ജില്ലാ ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആവശ്യമായ ഫണ്ട് നീക്കിവെക്കുകയും ജീവനക്കാരുടെ ഒഴിവുകൾ നികത്തിയും ആശുപത്രിയുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പുതിയ MLA കോൺഗ്രസും ഈ ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ഥലമെടുപ്പ് ഉൾപ്പെടെയുള്ള സമഗ്ര വികസന പ്രവർത്തനങ്ങളെ ആസൂത്രിതമായി തടയുന്നതിനും തകർക്കുന്നതിനും വേണ്ടിയാണ് നിലമ്പൂരിലെ കോൺഗ്രസും MLA-യും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് നിലമ്പൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും സ്വകാര്യ ആശുപത്രി ഉടമകൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ താല്പര്യം നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളാണ്. ഏത് കാലത്തും കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് ഇതാണ്. ജില്ലാ ആശുപത്രിയെ കോൺഗ്രസിന്റെ ഭരണകാലത്ത് ജില്ലാ ആശുപത്രി എന്ന ബോർഡ് മാത്രം വെച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആശുപത്രിയായിരുന്നു. ആ ആശുപത്രിയിൽ ഇന്ന് കാണുന്ന സമഗ്രമായ വികസന പദ്ധതികൾക്ക് നേതൃത്വം കൊടുത്തത് 2016 കേരളത്തിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. ജില്ലാ ആശുപത്രിയുടെ വികസനത്തിനുള്ള സ്ഥലം ഏറ്റെടുപ്പ് വരെ തടസ്സപ്പെടുത്താനാണ് കോൺഗ്രസും MLA-യും ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നിലപാടാണ് ഏത് കാലത്തും നിലമ്പൂരിലെ കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ജില്ലാ ആശുപത്രി എന്ന ബോർഡ് മാത്രം വെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആശുപത്രി ഇന്ന് കാണുന്ന സമഗ്രമായ വികസനം കൊണ്ടുവന്നത് 2016 കേരളത്തിൽ അധികാരത്തിൽ വന്ന LDF സർക്കാരാണ്. ഓപ്പറേഷൻ തിയേറ്റർ പുതിയതായി ആരംഭിച്ചു. ബ്ലഡ് ബാങ്ക് പുതിയതായി ആരംഭിക്കാൻ കഴിഞ്ഞു. കുട്ടികളുടെ സ്പെഷ്യൽ കെയർ വാർഡ്, ഡെന്റൽ ക്ലിനിക്, വയോജനങ്ങൾക്കുള്ള ജെറിയാട്രിക് വാർഡ് കൂടാതെ ആശുപത്രി ജീവനക്കാരുടെ എണ്ണവും വർദ്ധിപ്പിച്ചു. 2016 മുന്നേ 15 ഡോക്ടർമാരുടെ സേവനമാണ് ഉണ്ടായിരുന്നത്. നിലവിൽ 45 ഡോക്ടർമാരുടെ സേവനമുണ്ട്. പാരാമെഡിക്കൽ സ്റ്റാഫിനെ അടക്കം 360 ജീവനക്കാർ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. ഇന്നത്തെ ആശുപത്രിയുടെ പ്രശ്നം ഡോക്ടർമാർക്കും ജീവനക്കാർക്കും ഇരിക്കാനുള്ള സൗകര്യമില്ല. ഇതിന്റെ പ്രധാന കാരണം സ്ഥല ലഭ്യത കുറവാണ്. ഇതിനു വേണ്ടിയാണ് LDF ഗവൺമെന്റ് ജില്ലാ പഞ്ചായത്തിന്റെയും അന്നത്തെ HMC-യുടെയും നേതൃത്വത്തിൽ ആശുപത്രിയുടെ സമീപത്തുള്ള ഗവൺമെന്റ് UP സ്കൂളിന്റെ സ്ഥലം ആശുപത്രിയുടെ വികസനത്തിന് ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. ആ തീരുമാനം നഗരസഭ അംഗീകരിക്കുകയും PTA-യുടെയും നഗരസഭയുടെയും നേതൃത്വത്തിൽ സംസ്ഥാന ഗവൺമെന്റിലേക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ആ തീരുമാനത്തിനെതിരെ പ്രദേശത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പ്രക്ഷോഭത്തിനടക്കം കോൺഗ്രസ് തയ്യാറായി. നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കോൺഗ്രസിന്റെ കൗൺസിലർമാർ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി ആശുപത്രി വികസനത്തെ തടസ്സപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നു. ഇതിനെ മറികടന്ന് ഗവൺമെന്റും നഗരസഭയും മുന്നോട്ടു പോകുകയായിരുന്നു. പുതിയ MLA വന്നപ്പോൾ വീണ്ടും ഈ പ്രശ്നം കുത്തിപ്പൊക്കിക്കൊണ്ട് സ്കൂൾ ഏറ്റെടുക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആശുപത്രിക്ക് മുമ്പ് അടുത്തുള്ള
ഗവൺമെന്റ് യു പി സ്കൂളിലെ സ്ഥലം ഒരു മേഖല സ്ഥലം ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. ആ തീരുമാനം നഗരസഭ അംഗീകരിക്കുകയും PTA നഗരസഭയുടെയും ആഭിമുഖ്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിലേക്ക് സമർപ്പിക്കുകയും ചെയ്തതാണ്. ആ തീരുമാനത്തിനെതിരെ അന്ന് ആ പ്രദേശത്തെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പ്രക്ഷോഭത്തിനിറക്കാൻ കോൺഗ്രസ് തയ്യാറായി. നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കോൺഗ്രസിന്റെ കൗൺസിലർമാർ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ആശുപത്രി വികസന പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ തീരുമാനിച്ചു. പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ട് ഗവൺമെന്റും മുനിസിപ്പാലിറ്റിയും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ പുതിയ MLA വന്നപ്പോൾ വീണ്ടും ഈ പ്രശ്നം കുത്തിപ്പൊക്കിക്കൊണ്ട് സ്കൂൾ ഏറ്റെടുക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിലമ്പൂരിലെ പൊതുസമൂഹം ഈ വിഷയത്തിൽ ഗവൺമെന്റിനോടൊപ്പം ആശുപത്രി വികസനത്തിനോടൊപ്പം മുന്നിട്ടിറങ്ങാൻ തയ്യാറാകണമെന്ന് CPIM നിലമ്പൂരിലെ ജനങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഡയഗ്നോസ്റ്റിക് ബ്ലോക്കിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് 10 കോടി രൂപയും കാർഡ് ലാബ് തുടങ്ങുവാൻ 5 കോടിയും അനുവദിച്ചിട്ടുണ്ട്. സ്ഥലപരിമിതി കാരണം ഇത് തുടങ്ങുവാൻ കഴിയാത്ത സാഹചര്യമാണ്. ഈ വികസന പ്രവൃത്തികൾ വന്നാൽ LDF ഗവൺമെന്റിനും മുനിസിപ്പാലിറ്റിക്കും ജനങ്ങളുടെ അംഗീകാരം ലഭിക്കുമെന്ന് കണ്ട് ആസൂത്രിതമായി ഈ വികസന പ്രവൃത്തികളെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ നടത്തി തകർക്കാനാണ് നോക്കുന്നത്. ജില്ലാ ആശുപത്രിയുടെ വികസനത്തിനു വേണ്ടി സ്കൂൾ ഏറ്റെടുക്കുമ്പോൾ ആ സ്കൂളിന്റെ കെട്ടിട നിർമ്മാണത്തിന് കൂടി കിഫ്ബിയിൽ ഫണ്ട് നീക്കിവെച്ചുകൊണ്ടാണ് സർക്കാർ ഈ പ്രവർത്തനം നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. സ്കൂളിൽ 4 കോടി രൂപയുടെ പുതിയ കെട്ടിടം നിർമ്മിച്ചുകൊണ്ട് കെട്ടിടത്തിന്റെ നടുക്ക് കുട്ടികൾക്ക് കളിക്കാൻ കളിക്കളം കൂടി ഉണ്ടാക്കിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഗവൺമെന്റ് തീരുമാനിച്ചത്. നിലമ്പൂരിലെ പൊതുസമൂഹം ഈ വിഷയത്തിൽ സർക്കാരിനോടൊപ്പം ആശുപത്രി വികസനത്തോടൊപ്പം മുന്നിട്ടിറങ്ങാൻ തയ്യാറാവണമെന്നും CPIM ഭാരവാഹികൾ നിലമ്പൂരിലെ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. CPIM നിലമ്പൂർ ഏരിയ സെന്റർ അംഗം കക്കാടൻ റഹീം, നിലമ്പൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി V ശ്രീധരൻ, ലോക്കൽ സെന്റർ അംഗം ഷാജി ചക്കാലക്കുത്ത് എന്നിവർ പങ്കെടുത്തു. ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് ഭൂമി കണ്ടെത്തുന്നതിന് കോൺഗ്രസ് ഒരിക്കലും എതിരല്ലെന്ന് HMC അംഗങ്ങളായ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ്, മുൻ പ്രസിഡന്റ് A ഗോപിനാഥ് എന്നിവർ പറഞ്ഞു. നഗരസഭാ ചെയർമാൻ കോൺഗ്രസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ മുഖവിലക്കെടുക്കുന്നില്ലെന്നും HMC അംഗങ്ങൾ പറഞ്ഞു. അദ്ദേഹം ഈ പറഞ്ഞ രീതിയിൽ വളരെ പെട്ടെന്ന് മത്സരിക്കുന്നു, അദ്ദേഹം നഗരസഭാ ചെയർമാനാകുന്നു. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അദ്ദേഹം മൂക്കാതെ പഴുത്തതാണ്. അതിൻ്റെ ഒരു കുഴപ്പം അദ്ദേഹത്തിനുണ്ട്. എവിടെ എന്ത് പറയണം, ഇപ്പം ഞങ്ങൾ അതിന് നിലമ്പൂരിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഏകദേശം 4000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയത്. കാരണം ഇങ്ങനെ CPM നേതൃത്വം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിലമ്പൂരിൻ്റെ ഈ ജില്ലാ ആശുപത്രി വികസനവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ ഇന്ന് വരെ ഞങ്ങളതിനെ അനുകൂലിക്കുന്ന ആളുകളാണ്. കഴിഞ്ഞ ദിവസം HMC ചേർന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഈ തീരുമാനം HMC മുൻപെടുത്ത തീരുമാനം എന്താ തീരുമാനം? MLA അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും സംയുക്തമായിട്ടുള്ള ഒരു ജോയിന്റ് യോഗം വിളിച്ചുകൂട്ടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചുകൂട്ടി എത്രയും പെട്ടെന്ന് ജില്ലാ ആശുപത്രി വികസനവുമായി ബന്ധപ്പെട്ട് സ്ഥലമേറ്റെടുക്കുന്ന നടപടികൾ പുരോഗമിക്കണം. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് MLA ആയപ്പോഴും കഴിഞ്ഞ ദിവസം ചേർന്ന HMC യോഗത്തിൻ്റെയും തീരുമാനം അതാണ്. അതുമായി ബന്ധപ്പെട്ട അദ്ദേഹം മന്ത്രിമാരെ ഇന്നലെ കണ്ടിട്ടുണ്ട്. കുറെ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ആശുപത്രി വികസനത്തിൽ UDF ഒറ്റക്കെട്ടായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ വികസന പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകും. പക്ഷേ AP ഉണ്ണികൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പോഴും ഇപ്പോൾ ശ്രീമതി റഫീഖ കഴിഞ്ഞ 4 കൊല്ലമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായപ്പോഴും UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഏകദേശം 10-25 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ജില്ലാ ആശുപത്രി നടപ്പിലാക്കിയിട്ടുള്ളത്. ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് കോൺഗ്രസ് ഒരു കാലത്തും എതിർത്തിട്ടില്ല. ആര്യാടൻ മുഹമ്മദിന്റെയും UDFന്റെയും കാലത്ത് നിരവധിയായ വികസന പ്രവർത്തനങ്ങളാണ് നടന്നത്. ഇതൊന്നും അറിവില്ലെങ്കിൽ അദ്ദേഹം അറിവുള്ളവരോട് ചോദിച്ച് പഠിക്കണം. നിലമ്പൂർ UP സ്കൂളിന്റെ ഭൂമി ഏറ്റെടുക്കുന്ന അജണ്ട വന്നപ്പോൾ സ്കൂൾ പൂർണ്ണമായും അവിടെ നിന്ന് മാറ്റാതെ, എന്നാൽ ആശുപത്രി വികസനം തടസ്സമാകാതെയുള്ള 2 സ്ഥാപനങ്ങൾക്കും ദോഷം വരാതെയുള്ള തീരുമാനം ഉണ്ടാകണമെന്നാണ് പറഞ്ഞത്. നിലമ്പൂർ ആശുപത്രി പോലെ തന്നെ ഏറെ പൈതൃകമുള്ളതാണ് നിലമ്പൂർ UP സ്കൂൾ. ബ്രിട്ടീഷ് ഭരണകാലത്ത് 1903 നിലമ്പൂർ കോവിലകം വിട്ടു നൽകിയതാണിത്.
ഇത് ഏറെ വൈകാരികതയുള്ളതാണ്. മാത്രമല്ല നിലവിൽ നിലമ്പൂർ UP സ്കൂളിൽ 506 കുട്ടികൾ പഠിക്കുന്നുണ്ട്. സ്കൂളിന് കളിസ്ഥലം നിർബന്ധമാണല്ലോ. ഈ സ്കൂൾ ഇവിടെ നിന്നും വീട്ടിക്കുത്ത് സ്കൂളിലേക്ക് മാറ്റി സ്ഥാപിക്കാനുള്ള ചർച്ചയാണ് നടന്നിരുന്നത്. എന്നാൽ പ്രീ പ്രൈമറി അടക്കം അവിടെ 364 കുട്ടികളുണ്ട്. നിലമ്പൂർ UPയിലെ 506ഉം വീട്ടിക്കുത്ത് LPയിലെ 364 അടക്കം 870 കുട്ടികളെ ഉൾക്കൊള്ളുവാൻ 1 ഏക്കർ മാത്രമുള്ള വീട്ടിക്കുത്ത് സ്കൂളിന് സാധ്യമാകുമോ? ഈ ന്യായമായ സംശയം മാത്രമാണ് ഞങ്ങൾ കൗൺസിലിൽ ഉന്നയിച്ചത്. അപ്പോൾ ഞങ്ങളെ വികസന വിരോധികളാക്കി എന്നും പാലോളി മെഹബൂബ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം NHM ഫണ്ട് ഉപയോഗിച്ച് തുടങ്ങുവാൻ പോകുന്ന കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിച്ച നഗരസഭാ ചെയർമാനെ മോശമാക്കി ആരും പ്രസംഗിച്ചിട്ടില്ല. 2 വർഷം മുൻപ് സ്കൂളിന്റെ സ്ഥലം വിട്ടുകിട്ടാൻ നഗരസഭ തീരുമാനമെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് പ്രസംഗം തീർന്നപ്പോൾ എന്നിട്ടിപ്പോൾ എന്തായി, 2 വർഷം ആയില്ലേ, ഒന്നും നടന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ഉണ്ടായത്. ഇത് എങ്ങനെ അധിക്ഷേപമാകും? നിലമ്പൂർ ആശുപത്രിയുടെ വികസനത്തിനായി ആര്യാടൻ മുഹമ്മദ് 2015 മന്ത്രിയായപ്പോഴാണ് താലൂക്ക് ആശുപത്രിയിൽ നിന്നും ജില്ലാ ആശുപത്രിയായി ഉയർത്തിയത്. അന്ന് 142 ബെഡ് സൗകര്യവും 84 സ്റ്റാഫ് സൗകര്യത്തോടു കൂടിയായിരുന്നു. വർഷം 10 കഴിഞ്ഞു. ഇപ്പോൾ 300-ലേറെ ബെഡ് ഉപയോഗിക്കുകയും പ്രതിദിനം 3000 രോഗികൾ വന്നു പോകുന്നുമുണ്ട്. എന്നാൽ കഴിഞ്ഞ 9 വർഷമായി LDF സർക്കാരിന് ഒരു അറ്റൻഡറെ പോലും അധികം നിയമിക്കുവാൻ കഴിഞ്ഞില്ല. 2004-2005 കാലത്ത് ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രി ആയപ്പോൾ കേരള പവർ ഫിനാൻസ് കോർപ്പറേഷന്റെ ലാഭവിഹിതത്തിൽ നിന്നാണ് നിലവിലെ കാഷ്വാലിറ്റി കെട്ടിടം ഉണ്ടാക്കിയത്. 2014-15 ആര്യാടൻ മന്ത്രിയായിരുന്നപ്പോഴാണ് NRH ഫണ്ട് 10 കോടി കൊണ്ടുവന്ന് കുട്ടികൾക്കും ഗർഭിണികൾക്കുമുള്ള കെട്ടിടം ഉണ്ടാക്കുവാൻ തുടങ്ങിയത്. ഇതിനായി പഴയ കെട്ടിടം 3 മാസം കൊണ്ട് പൊളിച്ചു നീക്കി BSNLനെ ചുമതലപ്പെടുത്തി കൺസ്ട്രക്ഷൻ തുടങ്ങി. പക്ഷെ പിന്നീട് വന്ന LDF സർക്കാർ ഇതിന് മുൻകൈയെടുത്തില്ല. ഇപ്പോൾ 16 കോടിക്ക് വാപ്കോസ് എന്ന ഏജൻസിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. 2023 ആരോഗ്യമന്ത്രി വീണ ജോർജ് വന്ന് ഉദ്ഘാടനം നടത്തിയപ്പോൾ 6 മാസം കൊണ്ട് പണി പൂർത്തിയാക്കി തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒന്നുമായില്ല. 2011-12 കാലത്ത് ആര്യാടൻ ഷൗക്കത്ത് നഗരസഭാ ചെയർമാൻ ആയിരുന്നപ്പോഴാണ് ഒരു താലൂക്ക് ആശുപത്രിയിൽ ആദ്യമായി ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കുന്നത്. പരേതനായ MI ഷാനവാസ് MPയുടെ ഫണ്ടും സുമനസ്സുകളും സഹായിച്ചു. ഇന്നും UDF നേതൃത്വം നൽകുന്ന ജില്ലാ പഞ്ചായത്ത് പരേതനായ AP ഉണ്ണികൃഷ്ണന്റെ കാലത്തും ജില്ലാ പഞ്ചായത്തിന്റെ കാലത്തും കോടികളുടെ വികസനങ്ങളാണ് കൊണ്ടുവന്നത്. കാര്യങ്ങളുടെ നിജസ്ഥിതി ഇതെന്നിരിക്കെ കാര്യബോധമില്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് നഗരസഭാ ചെയർമാൻ എന്ന പദവിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് യോജിച്ചതല്ല. അദ്ദേഹത്തിന് വിവരമില്ലെങ്കിൽ വിവരമുള്ളവരോട് കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കുന്നതായിരിക്കും നല്ലതെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ്, മുൻ പ്രസിഡന്റ് A ഗോപിനാഥ് എന്നിവർ പറഞ്ഞു. അപ്പോൾ 364 കുട്ടികൾ അവിടെ. ഇവിടെ പാലോളി പറഞ്ഞത് ഒരു 506 കുട്ടികൾ. ഈ 860 കുട്ടികൾക്ക് പഠിക്കണമല്ലോ. ഇത് തർക്കമില്ലാത്ത കാര്യമാണ്. ഈ 2 സ്കൂളും കൂടി മർജ് ചെയ്യുന്ന കുട്ടികൾ പഠിച്ചു പോകണമല്ലോ. 1 ഏക്കർ സ്ഥലമാണ് അവിടെ ഉള്ളത്. ഇവിടെ 2 ചില്ലാൻ ഏക്കർ സ്ഥലം. ഈ 2 ചില്ലാൻ ഏക്കർ സ്ഥലം ഹോസ്പിറ്റൽ ഞങ്ങളിതിലല്ല. ആസ്പത്രിക്ക് വിട്ടുകൊടുക്കുക, ആസ്പത്രി വികസിക്കണം. പിന്നെ അവിടേക്ക് ഈ സ്കൂൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ 800 ചില്ലാൻ കുട്ടികൾ വീട്ടിക്കുത്ത് സ്കൂളിൽ എങ്ങനെ പഠിക്കും? അതിന് റെമഡി പരിശോധിക്കുന്നില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റ് വേറെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്ഥലം വിട്ടുകൊടുക്കുമ്പോൾ ഇപ്പോൾ ഇവർ പറയുന്നു ഈ ഫയല് ഞങ്ങൾ MLA അൻവറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് തീരുമാനിച്ചെടുത്തപ്പോൾ തത്വത്തെ മുഖ്യമന്ത്രി അംഗീകരിക്കുകയും ഇതിനു വേണ്ടിയുള്ളൊരു പ്രപ്പോസൽ അയക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ആസ്പത്രിക്ക് സ്ഥലം വിട്ടിട്ടുള്ള പ്രപ്പോസൽ അയച്ചു. അത് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അവരെന്ത് ചെയ്യും? അവരൊരു വിദഗ്ധ സംഘം ഇവിടെ വന്ന് പരിശോധിക്കും. എന്താ പരിശോധിക്കുക? ഈ സ്കൂൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ കുട്ടികൾ പഠിക്കുക. അത് ആ ഡിപ്പാർട്ട്മെൻറ്റുള്ള പരിശോധിക്കേണ്ടത്. ആ നടപടിക്രമം ഒന്നും ഇവിടെ നടന്നിട്ടില്ല. ഒന്നും നടക്കാതെ ഞങ്ങൾ എതിർത്തിട്ടാണ്, ഞങ്ങൾ വടിവെച്ചിട്ടാണ് ഇത് നടക്കാതെ പോകുന്നു എന്ന് പറയുന്ന ഈ ജൽപ്പനത്തിനെ ഞങ്ങളിതിൽ ഞങ്ങൾ UDF ലീഗും തമ്മിൽ പ്രശ്നപ്പെടില്ല. വിവിധ കാർഷിക പ്രശ്നങ്ങൾ ഉന്നയിച്ച് സ്വതന്ത്ര കർഷക സംഘം തിങ്കളാഴ്ച കൃഷിഭവൻ മാർച്ച് നടത്തും. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ കൃഷിഭവനിലേക്കും മാർച്ച് നടത്തുമെന്ന് മണ്ഡലം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇപ്പൊ മണ്ഡലം കമ്മിറ്റി എല്ലാ പഞ്ചായത്ത് കമ്മിറ്റികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാവരും സജ്ജീകരിച്ച് എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. എല്ലാ പഞ്ചായത്ത് കമ്മിറ്റികളും വളരെ ഇത് എന്ന് പറഞ്ഞാല് ഒരു സ്വതന്ത്ര കർഷക സംഘത്തിന് മാത്രമല്ല, പൊതുജനങ്ങളെയും കൂടി ആവശ്യമാണ്. പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ സാധാരണക്കാർക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. മറ്റുള്ളൊരു ഇതിന്റെ മാതിരിയല്ല. കർഷകരെന്ന് പറഞ്ഞാല് പൊതുജനങ്ങളെയും കൂടി ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ ഇതിൽ ഉന്നയിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നതാണ്. അപ്പൊ ഈ
ധോരണയോട് കൂടി അല്ലെങ്കിൽ ഈ മാർച്ചോട് കൂടി ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് നീങ്ങും എന്നാണ് സംസ്ഥാന കമ്മിറ്റി അറിയിച്ചിട്ടുള്ളത്. വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരം കാണുക, മഴക്കെടുതിയിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുക, നഷ്ടപരിഹാര തുക കാലോചിതമായി വർദ്ധിപ്പിക്കുക, കർഷക പെൻഷൻ 10,000 രൂപയായി വർദ്ധിപ്പിക്കുക, നെല്ല് സംഭരണത്തിന്റെ കുടിശ്ശിക വിതരണം ചെയ്യുക, സംഭരണ സമയത്ത് തന്നെ നെല്ല് വില നൽകുക, ക്ഷീര കർഷകരുടെ പ്രതിസന്ധി പരിഹരിക്കുക, രാസവള വില കുറയ്ക്കുക, കാർഷികോൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭ്യമാക്കുക, കർഷകരുടെ കടം എഴുതിത്തള്ളുക, ജപ്തിലേല നടപടികൾ നിർത്തിവെക്കുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷകദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. മാർച്ചിൽ നിരവധി കർഷകർ പങ്കെടുക്കും. വിവിധ സ്ഥലങ്ങളിൽ പ്രമുഖർ സംബന്ധിക്കുമെന്നും സ്വതന്ത്ര കർഷക ഭാരവാഹികൾ അറിയിച്ചു. വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരം കാണുക, മഴക്കെടുതിയിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുക, നഷ്ടപരിഹാര തുക കാലോചിതമായി വർദ്ധിപ്പിക്കുക, കർഷക പെൻഷൻ തുക 10,000 രൂപയായി വർദ്ധിപ്പിക്കുക, നെല്ല് സംഭരണത്തിന്റെ കുടിശ്ശിക വിതരണം ചെയ്യുക, ക്ഷീര കർഷകരുടെ പ്രതിസന്ധി പരിഹരിക്കുക, രാസവള വില കുറക്കുക, കാർഷികോൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭ്യമാക്കുക, കർഷകരുടെ കടം എഴുതിത്തള്ളുക, ജപ്തി ലേല നടപടികൾ നിർത്തിവെക്കുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക എന്ന് തുടങ്ങിയ 12ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ വരുന്ന 11-ാം തീയതി 11/8/2025 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത കൃഷിയോപൻ മാർച്ചാണ് കേരളത്തിൽ മൊത്തം നടക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ബാപ്പനു മൂത്തേടം, കുന്നുമ്മൽ സൈദലവി, കുഞ്ഞാലൻ ഹാജി, റസാഖ് മാസ്റ്റർ എടക്കര എന്നിവർ പങ്കെടുത്തു. നാടിനെ കണ്ണീരിലാഴ്ത്തിയ കവളപ്പാറ ദുരന്തത്തിന്റെ ഓർമ്മ പുതുക്കാൻ നാട്ടുകാർ ഒത്തുചേർന്നു. 6 വർഷം മുൻപ് ഓഗസ്റ്റ് 8 രാത്രിയാണ് 59 പേരുടെ ജീവനെടുത്ത ദുരന്തം നടന്നത്. തോരാമഴയിൽ മുത്തപ്പൻ കുന്ന് ഇടിഞ്ഞെത്തി കവളപ്പാറ ഗ്രാമത്തിനു മീതെ പതിക്കുകയായിരുന്നു. ദുരന്തത്തിന്റെ 6ാം വർഷമായ ഇന്നലെ ഭൂതാനത്ത് ഗ്രാമപ്രകാശിനി വായനശാലയ്ക്ക് സമീപം നിർമ്മിച്ച കവളപ്പാറ ദുരന്ത സ്മാരക ഹാളിലാണ് ജീവൻ നഷ്ടപ്പെട്ടവരെ അനുസ്മരിക്കാൻ ഒത്തുകൂടിയത്. ദുരന്തത്തിൽ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവരും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. ജീവൻ പൊലിഞ്ഞ 59 പേരുടെയും ചിത്രങ്ങളുള്ള ബാനറിനു സമീപം തയ്യാറാക്കിയ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് ചടങ്ങുകൾ തുടങ്ങിയത്. വായനശാല പ്രസിഡന്റ് കെ അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ MS ദിലീപ്, തങ്കകൃഷ്ണൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ആനപ്പാൻ സുന്ദരൻ, MG രാധാകൃഷ്ണൻ, M അശോക് കുമാർ, ഇബ്നു എന്നിവർ സംസാരിച്ചു. പോത്തുകല്ല് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടത്തി. പ്രസിഡന്റ് വിദ്യാരാജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സോമൻ പാർലി, മറിയാമ്മ ജോർജ്, പഞ്ചായത്ത് അംഗങ്ങളായ MA തോമസ്, തങ്കകൃഷ്ണൻ, നാസർ സ്രാമ്പിക്കൽ, റുബീന കിണറ്റിങ്കൽ, കെ ഷറഫുനീസ, മോൾസി പ്രസാദ്, ഓമന നാഗലോടി, മിനി വെട്ടിക്കുഴ, CDS ചെയർപേഴ്സൺ സിന്ധു അശോകൻ, ഉബൈദ് കാക്കീരി, കെ കുട്ടപ്പൻ, മുസ്തഫ പാക്കട, രാജു തുരുത്തൽ എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ചുമത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിക്കും വിഷയത്തിൽ ഇടപെടാത്ത കേന്ദ്ര സർക്കാരിനുമെതിരെ പ്രതിഷേധിച്ച CPIM നിലമ്പൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ രാജ്യത്തെ തമ്മിലടിക്കുന്ന ഒരു സമീപനമാണ് BJP ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിൽ 50%-ലധികം BJP ഗവൺമെന്റും BJP നമ്മുടെ നരേന്ദ്രമോദിയുടെ സഹോദര സന്തത സഹചാരിയായിട്ടാണ് ട്രംപ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ സംസ്ഥാനത്തൊട്ടുക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. CPIM-ന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് നിലമ്പൂരിലും പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഏരിയ സെന്റർ അംഗം കക്കാടൻ റഹീം, ലോക്കൽ സെക്രട്ടറി V ശ്രീധരൻ, ഏരിയ കമ്മിറ്റി അംഗം അരുൺ ദാസ്, T ഹരിദാസൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ദീപക്, KP ജയൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മുനിസിപ്പൽ സമ്മേളനം AP അമ്മിണിയടത്തി നഗറിൽ വെച്ച് നടന്നു. അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് ഷെറോണ റോയ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഒരുപാട് സ്വാതന്ത്ര്യമൊക്കെ അനുഭവിക്കുന്നത് അല്ലേ? ഇല്ലേ? നിങ്ങളും കൂടെ ഒന്ന് പറയണം. നമുക്ക് ഒരു കാലഘട്ടത്തിലൊക്കെ നമുക്ക് കുറേ വർഷങ്ങൾക്ക് മുന്നേ നമുക്കറിയാം, സ്ത്രീകളൊന്നും ഇതേപോലെ വിചാരിച്ച പോലെ ഒന്നും ഇങ്ങനെ ഇറങ്ങിപ്പോരാനൊന്നും നമുക്കൊന്നും കഴിയാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറ്റം വന്നിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു മഹിളാ അസോസിയേഷൻ്റെ ഈ ഒരു സമ്മേളനത്തിൽ നമ്മൾ സ്ത്രീകളെ കൂടിയത്. മഹിളാ അസോസിയേഷൻ എത്രത്തോളം ഇതിനു വേണ്ടിയൊക്കെ പ്രയത്നിച്ചിട്ടുണ്ടാവുമെന്ന്
നമുക്ക് ചിലപ്പം ഈ സങ്കല്പിക്കാൻ കൂടി കഴിയാത്തതിനപ്പുറമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ ആത്മാഭിമാനത്തോടെ ഇരിക്കുന്നത്, നമ്മളൊക്കെ ഈ നാട്ടിലൂടെ നടക്കുന്നത് അല്ലെ. പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കറിയാം, നമ്മൾ ഈ ഒരു സ്ത്രീകൾക്ക് കിട്ടുന്ന ഒരു സംരക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് നമ്മളിപ്പോൾ പത്രമാധ്യമങ്ങളിലൂടെ കാണുന്നൊക്കെ ഉണ്ട് അല്ലേ. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അരുമ ജയകൃഷ്ണൻ, ഏരിയ സെക്രട്ടറി ദീപാനാഥ്, ഏരിയ വൈസ് പ്രസിഡന്റ് സുനന്ദ ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. മഹിളാ അസോസിയേഷൻ മുനിസിപ്പൽ സെക്രട്ടറിയായി PN രഞ്ജിനിയെയും VK പുഷ്പവല്ലിയും ട്രഷററായി സുമംഗലയെയും സമ്മേളനം തിരഞ്ഞെടുത്തു. ഇനി ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ശോഭിക വെഡിങ്സ്. +2 പരാജയപ്പെട്ടവരാണോ നിങ്ങൾ? അതല്ല +2 മാർക്ക് കുറഞ്ഞതിൽ വിഷമിച്ചിരിക്കുകയാണോ? എങ്കിൽ SSLC +2 കഴിഞ്ഞവർക്ക് കേവലം 2 വർഷത്തെ പഠനം കൊണ്ട് 100% ജോലി സാധ്യതയുള്ള എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ കൂടെ +2 നേടിയെടുക്കാനുള്ള അവസരവും. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിലമ്പൂരിലും. കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള PSC അംഗീകരിച്ച 2 വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ ജോലിയും ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, VK റോഡ്, നിലമ്പൂർ. കോൺടാക്ട് 8921 573 500 9446 549 027. ക്രിസ്റ്റൽ ജ്വൽസ് ഒരുക്കുന്നു അതിനൂതനവും സുന്ദരവുമായ ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ കമനീയ ശേഖരം, ഒപ്പം അതിശയിപ്പിക്കുന്ന ഓഫറുകളും. ക്രിസ്റ്റൽ ജ്വൽസ്, ദ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി, മഞ്ചേരി, നിലമ്പൂർ, ഗൂഡല്ലൂർ. UK ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ. 8ഓളം ബ്രാഞ്ചുകളുമായി UK ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു. മഞ്ചേരി, എടക്കര, പൂക്കോട്ടുംപാടം, നിലമ്പൂർ, ചന്തക്കുന്ന്, വണ്ടൂർ, പാണ്ടിക്കാട്, മലപ്പുറം. ഭാഗ്യധാര, സ്ത്രീശക്തി, ധനലക്ഷ്മി, കാരുണ്യ പ്ലസ്, സുവർണ കേരളം, കാരുണ്യ, സമൃദ്ധി. ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം. സുതാര്യം, വിശ്വസ്തം, ജനകീയം. UK ലോട്ടറീസ്. UK ലോട്ടറീസ്, ഹെഡ് ഓഫീസ് മഞ്ചേരി. പഴയ സ്വർണ്ണാഭരണങ്ങൾ വീട്ടിലുണ്ടെന്ന ആശങ്കയോ? എന്തിന്? ഇന്ത്യയുടെ പരിപൂർണ ഹോൾമാർക്ക് നയത്തിന്റെ ഭാഗമാകൂ. പഴയത് നൽകൂ, പുതിയത് സ്വന്തമാക്കൂ. സ്വർണ്ണാഭരണങ്ങൾ എത്ര പഴകിയതായാലും ഹോൾമാർക്കുകൾ ഒന്നും തന്നെയില്ലെങ്കിലും അത് മാറ്റി പുതിയ 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാൻ നിലമ്പൂർ മലബാർ ജ്വല്ലറി ഒരുക്കുന്ന ഒരു സുവർണാവസരം. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മുന്തിയ വിലയ്ക്ക് ഞങ്ങൾ എടുക്കുന്നു. പകരം BIS 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കൂ. ഈ അവസരം പരിമിത കാലത്തേക്ക് മാത്രം. സ്വർണ്ണാഭരണ വിൽപ്പനയിൽ കാലത്തോടൊപ്പം കൈകോർത്ത് നിൽക്കുന്ന വിശ്വസ്ത സേവനത്തിന്റെ നിറവിൽ ഇപ്പോൾ മലബാർ ജ്വല്ലറിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ മറ്റാർക്കും നൽകാൻ കഴിയാത്ത ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും ആനുകൂല്യങ്ങളും, പുറമെ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം, കല്യാണ പാർട്ടികൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും ലഭ്യമാണ്. മലബാർ ജ്വല്ലറി, നിയർ പോലീസ് സ്റ്റേഷൻ, മെയിൻ റോഡ്, നിലമ്പൂർ. ഫോൺ 224 908 225 916. വാർത്തകൾ തുടരുന്നു. നാശമുക്ത ഭാരത് ക്യാമ്പയിന്റെ ജില്ലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ അവലോകന യോഗം ചേർന്നു. യോഗത്തിൽ ADM NM മെഹർ അലി അധ്യക്ഷനായി.
സമൂഹത്തിലെ ലഹരി വ്യാപനം തടയുന്നതിനും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമായി സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നാശാമുക്ത് ഭാരത് ക്യാമ്പയിൻ 2021 ജില്ലയിൽ ആരംഭിച്ചത്. ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിൽ ഇതുവരെ 3000-ലധികം പരിപാടികൾ സംഘടിപ്പിച്ചതായും അതിനായി അനുവദിച്ച 10 ലക്ഷം രൂപ ചിലവഴിച്ചതായും യോഗത്തിൽ വിലയിരുത്തി. തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനായി 15 ലക്ഷം രൂപയുടെ പദ്ധതി രേഖകൾ സമർപ്പിക്കുന്നതിന് യോഗം അനുമതി നൽകി. ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് പുതിയതായി ജില്ലാ കോർഡിനേറ്ററെ നിയമിക്കുന്നതിനുള്ള അപേക്ഷ ക്ഷണിക്കുന്നതിനും നിയമനം നടത്തുന്നതിനും തീരുമാനിച്ചു. ADM ചേംബറിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, വനിതാ ശിശുവികസന ഓഫീസർ, വിമുക്തി മിഷൻ മാനേജർ, മറ്റ് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. മഹാറാണി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മഹാറാണി ജീവനക്കാരുടെ മക്കൾക്കുള്ള അനുമോദന ചടങ്ങ് നടത്തി. റംസാൻ ടെലിക്വിസ് വിജയികൾക്കുള്ള സമ്മാനദാനവും ഓണം ലോഗോ പ്രകാശനവും നടന്നു. നിലമ്പൂർ MLA ശ്രീ ആര്യടൻ ഷോക്കത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു നിലമ്പൂരുകാരനായി നിലമ്പൂരുകാരെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വവും ഒരു സ്ഥാപനവുമാണ് മഹാറാണി എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് ആ നിലയ്ക്ക് തന്നെയാണ് ഇവിടെ വരുന്ന ഓരോ കസ്റ്റമേഴ്സിനോടും പെരുമാറുന്നതും ഇടപെടുന്നതും ഒക്കെ നമുക്കറിയാം. മാത്രമല്ല, ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായ മുതൽ 2005 മുതൽ ഇപ്പം ഏകദേശം 20 വർഷമായി. കഴിഞ്ഞ 20 വർഷക്കാലം ഷൈജുവുമായി സഹകരിച്ചുകൊണ്ട് നിലമ്പൂർ പാട്ടുത്സവം ടൂറിസം ഫെസ്റ്റിവൽ, ഇന്ന് ഈ പാട്ടുത്സവം ടൂറിസം ഫെസ്റ്റിവൽ ഇന്നത് വലിയ ഒരു ടൂറിസം ഫെസ്റ്റിവലായി മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന കാരണക്കാരൻ മറ്റാരുമല്ല മഹാറാണി ഗ്രൂപ്പാണ് എന്നതാണ്. അത് കേവലം ഒരു പാട്ടുത്സവം ടൂറിസം ഫെസ്റ്റിവൽ മാത്രമല്ല. ഇപ്പം ഇവിടെ നോമ്പ് വന്നാൽ, പെരുന്നാൾ വന്നാൽ, അല്ലെങ്കിൽ ക്രിസ്മസ് വന്നാൽ, ഓണം വന്നാൽ ഒക്കെ ആളുകളുടെ ഓരോ ഉത്സവങ്ങളിലും ഒരു മഹാറാണി ടച്ച് എല്ലാ കാര്യത്തിലും ഉണ്ടാകുന്നു എന്നതാണ്. നേരത്തെ തന്നെ എനിക്കറിയാം, ഒരു വലിയ ചാനലിൽ മുഹബത്ത് എന്ന് പറഞ്ഞ നമ്മുടെ നാട്ടിലെ വളരെ പാടുന്ന കുട്ടികളെ കണ്ടെത്തി അവരെ പരിപോഷിപ്പിക്കാൻ, അവർക്ക് ചാനലിൽ വരാൻ, അവർക്ക് പാടാൻ, അതിനുള്ള നല്ല സമ്മാനങ്ങൾ നേടാൻ, അങ്ങനെ സർഗപ്രതിഭകളെ കണ്ടെത്താൻ, അവരെ പരിപോഷിപ്പിക്കാൻ എടുക്കുന്ന പ്രയത്നം. അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തന രംഗത്ത് ഇപ്പൊ ഞാനിവിടെ ഗവൺമെന്റ് ആശുപത്രിയിൽ 2 ദിവസം മുമ്പ് ചെന്നപ്പോൾ ഒരു പുതിയ ഒരു വലിയ OP റൂം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു വലിയ ഹോള് തന്നെ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ എടുത്തത്, ഇവിടെ എന്താ OP ഹോൾ? അപ്പൊ എന്നോട് പറഞ്ഞത് മഹാറാണി ഗ്രൂപ്പ് സ്പോൺസർ ചെയ്തതാണ് എന്നാണ് എന്നോട്. നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം മുഖ്യാതിഥിയായി. KVVES ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് P. മേനോൻ, നിലമ്പൂർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് U. നരേന്ദ്രൻ, നിലമ്പൂർ NCV ചാനൽ MD സനിൽകുമാർ, മഹാറാണി ഗ്രൂപ്പ് MD ഷൈജു K. ഡേവിഡ്, മഹാറാണി സിൽക്സ് GDE നിഖിൽ രാജ്, മഹാറാണി ഗോൾഡ് പാർക്ക് മാനേജർമാരായ സാംസൺ ടോം എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. മഹാറാണി ഗ്രൂപ്പ് CFO ആന്റണി സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. മാനേജർമാരായ ശ്രീജിത്ത് K. നായർ സ്വാഗതവും ജഗദീശൻ നന്ദിയും പറഞ്ഞു.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലാ ആശുപത്രി വികസനം തകർക്കാനുള്ള കോൺഗ്രസിന്റെയും MLAയുടെയും നീക്കം അവസാനിപ്പിക്കണമെന്ന CPIM നിലമ്പൂർ ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ. ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് LDF സർക്കാരാണ് ആവശ്യമായ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചതെന്നും CPIM. ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് ഭൂമി കണ്ടെത്തുന്നതിന് കോൺഗ്രസ് ഒരിക്കലും എതിരല്ലെന്ന് HMC അംഗങ്ങളായ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ്, മുൻ പ്രസിഡന്റ് A ഗോപിനാഥ് എന്നിവർ പറഞ്ഞു. നഗരസഭാ ചെയർമാൻ കോൺഗ്രസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ മുഖവിലക്കെടുക്കുന്നില്ലെന്നും HMC അംഗങ്ങൾ. വിവിധ കാർഷിക പ്രശ്നങ്ങൾ ഉന്നയിച്ച സ്വതന്ത്ര കർഷക സംഘം തിങ്കളാഴ്ച കൃഷിഭവൻ മാർച്ച് നടത്തും. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ കൃഷിഭവനിലേക്കും മാർച്ച് നടത്തുമെന്ന് മണ്ഡലം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാടിനെ കണ്ണീരിലാഴ്ത്തിയ കവളപ്പാറ ദുരന്തത്തിന്റെ ഓർമ്മ പുതുക്കാൻ നാട്ടുകാർ ഒത്തുചേർന്നു. 6 വർഷം മുൻപ് ഓഗസ്റ്റ് 8 രാത്രിയാണ് 59 പേരുടെ ജീവനെടുത്ത ദുരന്തം നടന്നത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ചുമത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിക്കും വിഷയത്തിൽ ഇടപെടാത്ത കേന്ദ്ര സർക്കാരിനുമെതിരെ പ്രതിഷേധിച്ച CPIM നിലമ്പൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.